കോൺഗ്രസിന്റെ കോട്ടയം നഗരസഭാ അധ്യക്ഷയായിരുന്ന റീബ വർക്കി ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത്. നഗരസഭ 20-ാം വാർഡിലാണ് റീബ വർക്കി ജനവിധി തേടുന്നത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിനെ തുടർന്ന് അയോഗ്യയാക്കപ്പെട്ട റീബ വർക്കി കഴിഞ്ഞ 6 വർഷമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. കോട്ടയം നഗരസഭയുടെ ആദ്യത്തെ വനിതാ അധ്യക്ഷ, മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്, ജില്ലയിലെ അറിയപ്പെടുന്ന ഐ ഗ്രൂപ്പ് നേതാവ്. ഇതായിരുന്നു ഒരു കാലത്ത് റീബ വർക്കി. ഇന്നിപ്പോൾ കയ്യിലേന്തിയിരിക്കുന്നത് ബിജെപിയുടെ താമര. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായി അയോഗ്യയാക്കപ്പെടുകയായിരുന്നു റീബ വർക്കി. വിപ്പ് ലംഘിച്ചുവെന്നാരോപിച്ച് എ ഗ്രൂപ്പ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു റീബ വർക്കിയെ അയോഗ്യയാക്കിയത്. കയ്യിൽ താമര പിടിക്കുമ്പോൾ എന്തു തോന്നുന്നു എന്ന ചോദ്യത്തിന് റീബ വർക്കിയുടെ മറുപടി ഇങ്ങനെ: എനിക്ക് സ്വതന്ത്രമായിട്ടും അതുപോലെ തന്നെ സത്യസന്ധമായിട്ടും പ്രവർത്തിക്കാൻ ഒരു അവസരം BJP-യിലുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ളത് അങ്ങനെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്ത ആ തീരുമാനം 100% ശരിയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പാർട്ടിയുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത്. അതേസമയം റീബ വർക്കിയുടെ സ്ഥാനാർത്ഥിത്വം ഭീഷണിയല്ലെന്ന് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ജി ഗോപകുമാർ പറയുന്നു. ഞങ്ങളുടെ കൂടെ നിന്നിട്ട് കളം മാറി ചവിട്ടി ഇപ്പോൾ BJP പക്ഷത്തേക്ക് പോയിരിക്കുന്ന റീബ വർക്കി ഈ വാർഡിനെ സംബന്ധിച്ച് ഒരു സുപരിചിതയായ സ്ഥാനാർത്ഥിയല്ല. ഇവിടുത്തെ ജനങ്ങളോട് അടുത്തിടപഴകാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും കഴിയുകയില്ല എന്നുള്ള ഒരു തെളിവാണ് മുൻകാലങ്ങളിൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അബ്ദുൽ സലീമാണ് ഇവിടെ ഇടതു സ്ഥാനാർത്ഥി. കൈപ്പത്തിയിൽ താമരയുമായി റീബ വർക്കി എത്തുമ്പോൾ നിസാരമായി തള്ളിക്കളയാൻ UDF-നും കഴിയില്ല. അതുകൊണ്ട് തന്നെ കോട്ടയം നഗരസഭയിലെ 20-ാം വാർഡിൽ ഇത്തവണ തീ പാറുമെന്ന് ഉറപ്പ്. ക്യാമറമാൻ ലിബിൻ കെ ഉമ്മനൊപ്പം സനിൽ ഫിലിപ്പ്, റിപ്പോർട്ടർ, കോട്ടയം.